ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. വെനം ദ ലാസ്റ്റ് ഡാൻസ് സിനിമയുടെ പുതിയ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് അതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ തന്നെയാണ്. ഇത് മാത്രമല്ലാതെ ഇതുവരെ ഉണ്ടായിരുന്ന ഹൈപ്പെല്ലാം ഒരുപാടധികം കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ പുതിയ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുള്ളത്. കാരണം ഒരു പ്രധാനപ്പെട്ട വില്ലനെ അവർ കാണിക്കുന്നുണ്ട്. സോ എന്തൊക്കെ നമ്മൾ ഇന്ത്യയിൽ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ തന്നെയാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ അവർ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചെയ്യുക. എന്നപ്പോൾ പുതിയ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വെനം ദ ലാസ്റ്റ് ഡാൻസ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രകാരം ഈ ഒരു വെനം ഫ്രാഞ്ചൈസിയിലെ അവസാനത്തെ സിനിമയാണ്. എന്നാൽ അത് കൃത്യമായിട്ട് അങ്ങോട്ട് ഉറപ്പിക്കാനും സാധിക്കില്ല. ട്രെയിലർ ആരംഭിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് വെനത്തിനെയും അതേപോലെ എഡ്ഡി ബ്രൂക്കിനെയും ഒരു ഫ്ലൈറ്റിലായിട്ടാണ്. അകത്തായിട്ടല്ല, മറിച്ച് പുറത്തായിട്ട്. ഇപ്പോൾ എഡ്ഡി ബ്രൂക്ക് തിരിച്ച് അമേരിക്കയുടെ ഒരു ബോർഡർ കടന്നിരിക്കുന്നു. ഗ്രാൻഡ് കാനിയോൺ കാണാൻ സാധിക്കുമെന്ന് ക്യാപ്റ്റൻ പറയുന്നുണ്ട്. പുറത്തായിട്ട് ആ ഒരു ഫ്ലൈറ്റിൽ ഒട്ടിപ്പിടിച്ച അല്ലെങ്കിൽ കടിച്ചു തൂങ്ങിയ നിലയിൽ തന്നെയാണ് നമുക്ക് എഡ്ഡി ബ്രൂക്കിനെയും വെനത്തിനെയും കാണാൻ സാധിക്കുന്നത്. അവർക്ക് തൊട്ട് പിന്നാലെയായിട്ട് സെനോഫേജ് വരുന്നുണ്ട്. ഈ സെനോഫേജ് എന്ന കഥാപാത്രം അല്ലെങ്കിൽ ഈ ഒരു ഏലിയൻ സ്പീഷീസിനെ പറ്റി നമ്മൾ മുൻപത്തെ ട്രെയിലറിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. സെനോഫേജ് എന്നത് വെനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വില്ലൻ തന്നെയാണ്, ഒരു ഏലിയൻ തന്നെയാണ്. ഈ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈ ഒരു ഏലിയന്റെ പ്രത്യേകത എന്നാൽ ഇത് സിംബയോട്സിനെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അല്ലെങ്കിൽ സിംബയോട്സിനെ കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. പ്രത്യേകിച്ച് അവരുടെ ഹോസ്റ്റിന്റെ ബ്രെയിനിനെ എത്രമാത്രം സിംബയോട്ടും അതേപോലെ ഹോസ്റ്റും അടുത്തിരിക്കുന്നോ അല്ലെങ്കിൽ ബന്ധമുണ്ടാകുന്നോ അത്രമാത്രം ടേസ്റ്റ് ഉണ്ടാകും അവയുടെ ബ്രെയിൻ കഴിക്കാൻ. അതാണ് സെനോഫേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നോക്കുകയാണെങ്കിൽ സെനോഫേജിനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയായിരിക്കും വെനം. കാരണം വെനവും എഡ്ഡി ബ്രോക്കും കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഒന്നായിട്ട് നിൽക്കുന്നു. സോ അതോടെ തന്നെ അത്രമാത്രം ടേസ്റ്റ് തോന്നും. കോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പർട്ടിക്കുലർ സീനുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം കോമിക്സിൽ പർട്ടിക്കുലർ എഡീഷനിൽ വെനത്തിന് പറക്കാൻ സാധിക്കും. ശേഷം അത്തരത്തിലുള്ള സീൻ തന്നെ നമുക്ക് ഇതിന്റെ മുൻപോട്ടുള്ള സീനുകളിൽ കാണാനും സാധിക്കുന്നു. അഥവാ വെനം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പാരച്യൂട്ടായിട്ട് എഡ്ഡി ബ്രോക്കിനെ സംരക്ഷിക്കുന്നത്. കോമിക്സിൽ സ്പൈഡർമാനുമായിട്ടാണ് ഇത്തരത്തിലൊരു സീൻ നമുക്ക് കാണാനും സാധിക്കുന്നത്. തുടർന്നുള്ള സീനുകളിൽ വെനം പറയുകയും ചെയ്യുന്നു, എന്റെ ഹോം എന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോഴേ പർട്ടിക്കുലർ സീനിലായിട്ട് അവർ കാണിക്കുന്നത് കുറേയധികം ആസ്ട്രോയിഡ് സ്പേസിൽ നിന്നും വരുന്നത് തന്നെയായിട്ടാണ്. ആരോ അത് നോക്കി നിൽക്കുന്നു. ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വെനം തൊട്ടടുത്ത സീനിൽ പറയുകയും ചെയ്യുന്നു, എന്റെ ക്രിയേറ്റർ എന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. ഇതാണ് ഈ ഒരു ട്രെയിലറിലെ തന്നെ, പ്രത്യേകിച്ച് ഈ ഒരു സിനിമയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഈ അവസരത്തിൽ ഇവരുടെ പറയുന്നത് മറ്റാരെയും പറ്റിയല്ല, നള്ളിനെ പറ്റി തന്നെ. സോ അതോടെ തന്നെ ഈ സിനിമയിലെ മെയിൻ വില്ലൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അത് നള്ളാണ് എന്ന്. എന്നാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം നള്ളിനെ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് വെനം ഫ്രാഞ്ചൈസിലെ അവസാനത്തെ സിനിമയാണോ എന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം നള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർവൽ കോമിക്സിലെ തന്നെ എക്കാലത്തെ മോസ്റ്റ് പവർഫുൾ വില്ലനാണ്. സിംബയോട്സിന്റെ എല്ലാം ക്രിയേറ്ററാണ്. അതിലുപരി എത്രമാത്രം പവർ ആ ഒരു കഥാപാത്രത്തിന് അല്ലെങ്കിൽ ആ ഒരു വില്ലന് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മുഴുവൻ മാർവൽ യൂണിവേഴ്സിലെ സൂപ്പർ ഹീറോസും വില്ലൻസും ഒരുമിച്ച് വന്നിട്ട് പോലും ഈ നള്ളിനെ തോൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ എക്സ്ട്രീം ശക്തി എടുത്തിട്ട് മാത്രമാണ് ഈ ഒരു നള്ളിനെ ഇവർക്ക് തോൽപ്പിക്കാൻ സാധിച്ചത്. കോമിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് കോമിക്സിൽ ബിഗ് ബാങ്ങിന് ശേഷം യൂണിവേഴ്സ് അവസാനിക്കും, എന്നാൽ അതേസമയം മറ്റൊരു യൂണിവേഴ്സ് ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ ഇത് രണ്ടിന് ഇടയിലായിട്ട് ഒരു ഡാർക്ക്നെസ് ഉണ്ട്. കോമിക്സിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏകദേശം 7ഓളം തവണ ഇത്തരത്തിൽ ബിഗ് ബാങ് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡാർക്ക്നെസ്സിലായിട്ടാണ് നൾ നിൽക്കുന്നത്. എന്നാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ സെലസ്റ്റിയൽസ് അവിടേക്ക് വന്നു ലൈറ്റുമായി. എന്നാൽ ഇത് നള്ളിനെ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നൾ ആ സെലസ്റ്റിയൽസിനെ കൊന്നു. സെലസ്റ്റിയൽ എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. മാർവൽ യൂണിവേഴ്സിലെ തന്നെ ക്രിയേറ്റർ അല്ലെങ്കിൽ എല്ലാമാണ് സെലസ്റ്റിയൽസ്. ഈ സെലസ്റ്റിയൽസിനെ നൾ കൊന്നു. പിന്നീട് ഈ കൊന്ന സെലസ്റ്റിയലിന്റെ തലയാണ് നമ്മൾ നോവേർ എന്ന ഒരു സ്ഥലമായി കാണുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലും മാർവൽ കോമിക്സിലും നമുക്കിത് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അത്രമാത്രം പവർ ഈ ഒരു കഥാപാത്രത്തിന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ശേഷം ഇവിടെ നിന്നാണ് നൾ എന്ന ആ ഒരു വലിയ വില്ലൻ ഒരു പ്രധാനപ്പെട്ട ആയുധം ഉണ്ടാക്കിയത്, ഓൾ ബ്ലാക്ക് ദ നെക്രോസോൺ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേര് പലതവണ കേട്ടിട്ടുണ്ടാകും. ഇത് ലിങ്ക് ആയിട്ടിരിക്കുന്നത് മറ്റാരുമായിട്ടല്ല, ഗോർ ദ ഗോഡ് ബുച്ചറുമായിട്ടാണ്. കാരണം ഗോർ ദ ഗോഡ് ബുച്ചറിന്റെ ആ ഒരു ഒറിജിൻ സ്റ്റോറിയിൽ പോലും നമുക്ക് ഓൾ ബ്ലാക്ക് ദ നെക്രോസോൺ കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഗോർ ദ ഗോഡ് ബുച്ചറിന് പവർ നൽകിയത് ഓൾ ബ്ലാക്ക് ദ നെക്രോസോൺ ആണ്. തോർ ലവ് ആൻഡ് തണ്ടറിൽ നമുക്ക് ഇതേ വാൾ തന്നെ അല്ലെങ്കിൽ ഇതേ ഓൾ ബ്ലാക്ക് ദ നെക്രോസോൺ കാണാൻ സാധിക്കുന്നു. സെലസ്റ്റിയൽസിനെ പോലും കൊല്ലാൻ അല്ലെങ്കിൽ എല്ലാത്തിനെയും തകർക്കാൻ ശക്തിയുള്ള ഒരു ആയുധം അത് ഉണ്ടാക്കിയതോ അതിന് 100 മടങ്ങ് ശക്തിയുള്ള മറ്റൊരു വില്ലനും. കോമിക്സിലെ ഒരു ഹിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രി, എക്കാലത്തെയും പവർഫുൾ ആയിട്ടുള്ള മാർവൽ കോമിക്സിലെ ഒരു നായകൻ, ഒരു ആന്റി ഹീറോ. സെൻട്രിയെ 2 പീസാക്കി മാറ്റിയിട്ടുണ്ട് നൾ. ഓഡിൻ ഫോഴ്സുമായിട്ട് വന്ന തോറിന്റെ നെഞ്ചിൽ ഓൾ ബ്ലാക്ക് ദ നെക്രോസോഡ് കുത്തിയിറക്കി. ഇത്തരത്തിൽ ഈ ഒരു കഥാപാത്രത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വീഡിയോ തന്നെ വേണ്ടി വരും. സോ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള
അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഡോക്ടർ ഡൂമിനോളം പവർഫുൾ ആയിട്ടുള്ള മാർവൽ കോമിക്സിലെ ഒരു വില്ലൻ. സോ അതോടെ തന്നെ ഈ ഒരു കഥാപാത്രത്തിനെയാണ് വില്ലനായിട്ട് ഈ ഒരു സിനിമയിൽ കൊണ്ടുവരുന്നത്. സോ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ട്രെയിലറിൽ എന്ത് കാണുന്നോ അത്ര മാത്രമായിരിക്കും സിനിമയിൽ പോലും ഈ ഒരു വില്ലനെ കാണിക്കുന്നത് പോലും. കാരണം ഒരു ഹിന്റ് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു സിനിമയിലൂടെ ലഭിക്കുന്നുണ്ട്. സോ അതോടെ തന്നെ സോണി വേഴ്സ് അവർ എത്രമാത്രം മുൻപോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിന്റെ അവസാനത്തെ സിനിമയിലൂടെ മാത്രമേ അവർക്ക് ഈ ഒരു നളിന്റെ കഥയെ അവസാനിപ്പിക്കാൻ സാധിക്കൂ. കാരണം സ്പൈഡർമാനെ പോലും അവർ ഇതുവരെ പ്രോപ്പറായിട്ടും സോണി വേഴ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ എന്തൊക്കെ വേണേലും കാത്തിരിക്കാം അതിന്റെ കാര്യങ്ങളെ പറ്റി. നമുക്ക് ഈ ട്രെയിലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ അവസരത്തിൽ വെനം നൾ അല്ലെങ്കിൽ തന്റെ ആ ഒരു ക്രിയേറ്ററിനെ പറ്റി ഇവിടെ പറയുകയും ചെയ്യുന്നു. സോ അതോടെ തന്നെ നള്ളാണ് ഇപ്പോൾ വെനത്തിനെ കണ്ടുപിടിക്കാനായിട്ട് ടോക്സിൻസിനെയും ഇതോടെ സെനോഫേജസിനെയും ഇതോടെ ബാക്കിയുള്ളതിനെയും ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. ശേഷം ഇതേ അവസരത്തിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിനെ കാണാൻ സാധിക്കുന്നത് ഡോക്ടർ പെയിൻ. ഇവർ നോക്കി നിൽക്കുകയാണ് കുറേയധികം ആസ്ട്രോയിഡ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീണിട്ടുള്ളത്. ശേഷമുള്ള തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ടോക്സിനെയുമാണ്. ലെറ്റ് ദെർ ബി കാർണേജിലൂടെ നമ്മൾ ഈ ഒരു കഥാപാത്രത്തിനെ പറ്റി കാണുകയും ചെയ്തിട്ടുണ്ട്. ടോക്സിൻ എന്ന കഥാപാത്രമായിട്ട് നമുക്ക് ഈ സിനിമയിലൂടെ തന്നെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നു. അഥവാ കാർണേജിന്റെ മകനായിട്ട് ടോക്സിനെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാനും സാധിക്കും. ആദ്യം ഒരു വില്ലനായിട്ട് വരും, എന്നാൽ പിന്നീട് വെനത്തിന്റെ സഹായിയായിട്ട് അല്ലെങ്കിൽ വെനത്തിന്റെ ഫ്രണ്ടായിട്ട് അത് മാറുകയും ചെയ്യും. തുടർന്നുള്ള സിനിമകളിൽ നമ്മൾ കാണുന്നത് ഈ സെനോഫേജും ഇതുകൂടാതെ നമ്മുടെ എഡ്ഡി ബ്രോക്കുമായിട്ടുള്ള പല രീതിയിലുള്ള ഫൈറ്റ് തന്നെയാണ്. ഒരേ ഉറപ്പാണ്, നളിനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് എഡ്ഡി ബ്രോക്കിന് മാത്രമാണ്. കാരണം എഡ്ഡി ബ്രോക്കും ഇതുകൂടാതെ നളിന്റെ ആ ഒരു സ്റ്റോറി ലൈനും അത്രമാത്രം കണക്റ്റഡ് ആണ്. മാർവലിലെ പല യൂണിവേഴ്സിലെ ഹീറോസ് വന്നാൽ പോലും ഒടുവിൽ അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കഥാപാത്രമാണ്. നളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് ഇതിലൂടെ തന്നെയാണ്. എന്നാൽ അവസാനിപ്പിക്കണമെങ്കിൽ മുഴുവൻ മാർവൽ യൂണിവേഴ്സും വേണ്ടിവരും. ശേഷം തുടർന്നുള്ള സിനിമകളിൽ നമ്മൾ കാണുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരുപാടധികം സീക്വൻസുകളും പഴയ സിനിമയിലെ പല പല കാര്യങ്ങളുമാണ്. സെനോഫേജസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള വെനത്തിന്റെ യാത്ര തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രെയിലറിൽ ഉടനീളം കാണുന്നത്. ഇത് മാത്രമല്ലാതെ ഒരു പാരലൽ യൂണിറ്റും ഇപ്പോൾ എർത്തിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തേടി വരികയും ചെയ്യുന്ന ഒരു പോലീസ് യൂണിറ്റ്. ആ ഒരു കൂട്ടത്തിലായിട്ടാണ് നമുക്ക് ഡോക്ടർ പൈനെയും ഇതോടെ ബാക്കിയുള്ളവരെയും കാണുകയും ചെയ്യുന്നത്. ഇതിന്റെ ഒരു പർട്ടിക്കുലർ സീനിലായിട്ട് വെനം പറയുകയും ചെയ്യുന്നു, വി ഹാവ് സംതിങ് ഹി നീഡ്സ്. പുള്ളിക്ക് ആവശ്യമുള്ളത് എന്തോ നമ്മുടെ കയ്യിലുണ്ട് എന്ന് മാർവൽ കോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഡ്ഡി ബ്രൂക്കിന്റെ മകന്റെ ഉള്ളിൽ നളിന്റെ ഒരു എസെൻസ് ഉണ്ട്. ഈ സിംബയോട്സിന്റെ എല്ലാം ക്രിയേറ്ററാണ് നൾ. സോ അതോടെ തന്നെ അവയെല്ലാം കൺട്രോൾ ചെയ്യാൻ നളിന് സാധിക്കും. എങ്ങനെയാണോ നളിന് സിംബയോട്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ശക്തി എഡ്ഡി ബ്രൂക്കിന്റെ മകന്റെ ഉള്ളിലുണ്ട്. ഇനി ഇതാണോ സിനിമയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊന്നും പറയാൻ സാധിക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൾ എർത്തിലേക്ക് വരുന്നത് തന്നെ എഡ്ഡി ബ്രൂക്കിന്റെ മകന് വേണ്ടിയിട്ടാണ്. തനിക്കൊരു ആപത്താണ് ആ ഒരു പയ്യനെന്ന് മനസ്സിലാക്കിയിട്ടാണ് നൾ വരുന്നത്. സോ അതോടെ തന്നെ ഈ അവസരത്തിൽ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, അതിന് വേണ്ടിയിട്ടാണോ നൾ ശ്രമിക്കുന്നത് എന്ന് പോലും. കോമിക്സിൽ അപ്രകാരമാണ്. എന്നാൽ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ ഏത് രീതിയിലാണ് അവർ മാറ്റാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു സെക്കൻഡ് ട്രെയിലറിൽ അവർ കാണിക്കുന്നില്ല. ഈ സെനോഫേജസിൽ നിന്നുള്ള ഓട്ടം മാത്രമാണ് കൂടുതലും പർട്ടിക്കുലർ സീക്വൻസിലൂടെ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കാത്ത പല രീതിയിലുള്ള സീക്വൻസിലൂടെ. സോ എന്തെങ്കിലും നമുക്ക് നളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോസിലൂടെ മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. സോ അവരോട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ ഒരു കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീർച്ചയായും പ്ലോട്ട്സ് ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിന്റെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.